നിങ്ങൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഈ ടേംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഏഞ്ചൽ ഇൻവെസ്റ്ററോ VCസോ ഈ ടേംസ് ഒക്കെ യൂസ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ഫണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ടേംസ് ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റത്തെ ടേമാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. അഥവാ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ പുറമേ ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ തന്നെ നിങ്ങളെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് വൺസ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ റവന്യൂ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ സ്റ്റാർട്ടപ്പ് ഗ്രോ ചെയ്യുന്നതിനാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ. ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾ അയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ബിസിനസ്സോ വൺസ് റൺ ചെയ്തിട്ട് സെല് ചെയ്തിട്ടുണ്ടാവും. ആ സെല്ല് ചെയ്ത ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇയാൾ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏഞ്ചൽ ഇൻവെസ്റ്ററുടെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളെ പേഴ്സണൽ കണക്ഷൻസ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ കൊണ്ടുവരുത്താൻ പറ്റും. അതിനൊപ്പം തന്നെ ഒരു എൻ്റർപ്രണറിനെ ബിൽഡ് ചെയ്തെടുക്കണം എന്നാണ് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററുടെ മെയിനായിട്ടുള്ള ഫോക്കസ്. അതിനൊപ്പം അയാൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിട്ടേൺസും ആ സ്റ്റാർട്ടപ്പ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിരിക്കണം. മൂന്നാമത്തേതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അഥവാ VCs. മറ്റുള്ള ആൾക്കാരെ ഫണ്ട് എടുത്തിട്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്കി ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് VCs അഥവാ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. നെക്സ്റ്റ് ടേമാണ് സീഡ് ഫണ്ടിങ്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങളെ സ്റ്റാർട്ടപ്പിൽ ഫസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് സീരീസ് A, സീരീസ് B, സീരീസ് D ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഫണ്ടിങ്. ഇത് ഒരു സ്റ്റാർട്ടപ്പ് ഗ്രോ ചെയ്യുമ്പം അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് എടുക്കുന്ന ഫണ്ടിങ് റൗണ്ടുകളാണ്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടുനോക്കാം. അടുത്ത ടൈമാണ് ഇക്വിറ്റി. ഒരു കമ്പനിയിലുള്ള ഒരാൾ ഓണർഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്ന വേർഡാണ് ഇക്വിറ്റി. സംടൈംസ് ഒരു കമ്പനിയിലുള്ള ആൾക്കാർക്ക് 10%, 50%, 20% ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്വിറ്റീസ് ആണ് ഉണ്ടാവുക. വാല്യുവേഷന് ഒരു കമ്പനീൻ്റെ ടോട്ടൽ വെർത്തിനാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ബേൺ റേറ്റ്, ഒരു സ്റ്റാർട്ടപ്പ് ഇനീഷ്യൽ സ്റ്റേജിൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി ക്യാഷ് നല്ലോണം ബേൺ ചെയ്യും. ഈ ക്യാഷ് ബേൺ ചെയ്യുന്ന എമൗണ്ടിനാണ് ബേൺ റേറ്റ് എന്ന് പറയുന്നത്. റൺവേ, ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കയ്യിലുള്ള ഫണ്ട് യൂസ് ചെയ്തിട്ട് ആ സ്റ്റാർട്ടപ്പ് എത്ര കാലം വരെ നിലനിൽക്കുന്നുള്ളത്. എക്സിറ്റ് സ്ട്രാറ്റജി, ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തിട്ട് ആ സ്റ്റാർട്ടപ്പിൽ ഇനീഷ്യൽ ഡേയ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഏഞ്ചൽ ഇൻവെസ്റ്റർ VCs ഇങ്ങനത്തെ ആൾക്കാർക്ക് എപ്പോഴാണ് ഇവർ റിട്ടേൺസ് കൊടുക്കാന്നുള്ളതാണ്. ഈ റിട്ടേൺസ് കൊടുക്കൽ ഒന്നെങ്കിൽ IPO ത്രൂ ആവാം, അല്ലെങ്കിൽ മറ്റുള്ള വലിയ കമ്പനീസ് ഈ സ്റ്റാർട്ടപ്പിനെ അക്വയർ ചെയ്തിട്ടും ആവാം. അടുത്ത ടേംസ് ഞാൻ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ടപ്സിൽ യൂസ് ചെയ്യുന്ന മെട്രിക്സ് ആണ് ARR, MRR. ARRനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആനുവൽ റെക്കനിങ് റവന്യൂ, MRRനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്ലി റെക്കനിങ് റവന്യൂ. ഒരു സ്റ്റാർട്ടപ്പ് മന്ത്ലി ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കാണ് ഇത് ബാധകമാവുക. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അഥവാ CAC, നിങ്ങളുടെ സ്റ്റാർട്ടപ്പിലേക്ക് ഒരു പുതിയ കസ്റ്റമറിനെ കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് ആണ് ഇത്. ലൈഫ് ടൈം വാല്യൂ അഥവാ LTV, ഒരു കസ്റ്റമർ നിങ്ങളുടെ കമ്പനീൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം അയാൾ ലൈഫ് ടൈമിൽ എത്രയാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് ടൈം വാല്യൂവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേൺ റേറ്റ് അഥവാ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര കസ്റ്റമറാണ് നിങ്ങളുടെ കമ്പനിയിൽ നിന്നും നിങ്ങളുടെ സർവീസസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ പർച്ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നത്, ഇതിനാണ് ചേൺ റേറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് മാർജിന്, റവന്യൂന്നും നിങ്ങളുടെ കോസ്റ്റ് മൈനസ് ചെയ്തതാണ് ഗ്രോസ് മാർജിൻസ്. അടുത്ത ടേംസ് ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ് മോഡൽസിലും കോൺസെപ്റ്റ്സിലും യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. MVP അഥവാ മിനിമം വയബിൾ പ്രൊഡക്റ്റ്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ റിലീസ് ചെയ്യുന്ന പ്രൊഡക്റ്റോ സർവീസോ ആണ് MVP എന്ന് പറയുന്നത്. ഈ MVP യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ യൂസ് ചെയ്യാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാം. അടുത്ത ടേമാണ് പിവറ്റ്. വൺസ് നിങ്ങൾ MVP റിലീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ മാർക്കറ്റിൽ ആൾക്കാരില്ല എന്നുള്ളത്. അതിനുശേഷം ആ പ്രൊഡക്റ്റിൽ നിന്നും ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് പുതിയൊരു സർവീസിലേക്ക് പോകുന്നതിനാണ് പിവറ്റ് എന്ന് പറയാം. പിന്നെയുള്ള ടൈമാണ് B2B അഥവാ ബിസിനസ് ടു ബിസിനസ് സെല് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് B2C, ബിസിനസ് ടു കസ്റ്റമർ. പിന്നെ ഉള്ളതാണ് D2C, ഡയറക്റ്റ് ടു കസ്റ്റമർ. നെക്സ്റ്റ് ടേമാണ് ഡിസ്റപ്ഷൻ. ഒരു ഇൻഡസ്ട്രിയിനെ ടോട്ടലി ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ടാണ് ഡിസ്റപ്ഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഊബർ ടാക്സി ഇൻഡസ്ട്രീനെ ഡിസ്റപ്റ്റ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പാണ്. നെക്സ്റ്റ് ടേംസ് ഞാൻ പറയാൻ പോകുന്നത് ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. സ്കെയിലബിലിറ്റി, ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ എത്ര സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസും മെൻറ്റർഷിപ്പും കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമാണ്. സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള മെൻറ്റർഷിപ്പ്, ഫണ്ടിങ് കൊടുക്കലാണ് ആക്സിലറേറ്റർ ചെയ്യൽ. മെയിനായിട്ട് ആക്സിലറേറ്റർ സ്റ്റാർട്ടപ്പിൻ്റെ എക്വിറ്റിയാണ് തിരിച്ചിട്ടെടുക്കാറ്. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്,
വൺസ് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റുന്നു. ഇതിനാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുക. ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ സർവീസ് ഓഡിയൻസിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടേംസ് ആണ് സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഡെസിഗ്നേഷൻസ്. ഒന്നാമത്തേതാണ് ഫൗണ്ടർ അല്ലെങ്കിൽ കോ ഫൗണ്ടർ. ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഓണർ എന്നാണ് പൊതുവെ ഫൗണ്ടർ എന്ന് പറയാം. ഇതിനൊപ്പം ഒരു കോ ഫൗണ്ടർ ഉണ്ടാവും. ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിനൊപ്പം ചേർന്നിട്ട് ബിൽഡ് ചെയ്യുന്ന ആളാണ് കോ ഫൗണ്ടർ എന്ന് പറയാം. നെക്സ്റ്റ് ടേമാണ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഡേ ടു ഡേ വർക്കുകളാണ് CEO നോക്കുക. പിന്നുള്ളതാണ് CTO അഥവാ ചീഫ് ടെക്നിക്കൽ ഓഫീസർ. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് CTO നോക്കുക. പിന്നുള്ളതാണ് COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഡെയിലി ഓപ്പറേഷൻസ് ആണ് COO നോക്കുക. ഏർലി അഡോപ്റ്റേഴ്സ്. നിങ്ങളുടെ സർവീസ് മാർക്കറ്റിലേക്ക് ഇറക്കിയതിന് ശേഷം ആദ്യമായിട്ട് ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അവരെയാണ് ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയാം. പിന്നുള്ളതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവരാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ മെയിനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാർ. ഇത് ഒന്നെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആവാം, അല്ലെങ്കിൽ VCs ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടറോ കോ ഫൗണ്ടറോ, ഇങ്ങനെയുള്ള ആൾക്കാർ കൂടിയിട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവുക. ഇതിനൊപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ടേംസ് ആണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. ഒന്നാമത്തതാണ് യൂണിക്കോൺ. യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് $1 ബില്യൺ മേലേക്ക് വാല്യുവേഷൻ എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടപ്പിന് പറയുന്ന പേരാണ് യൂണിക്കോൺ. നെക്സ്റ്റ് ടേമാണ് എലിവേറ്റർ പിച്ച്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ട് 60 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നതിനാണ് എലിവേറ്റർ പിച്ച് എന്ന് പറയാം. നെക്സ്റ്റ് ടേമാണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. നിങ്ങളുടെ കമ്പനീൻ്റെ ഷെയർസ് പബ്ലിക്കിന് സെല്ല് ചെയ്യുന്നതിനാണ് IPO എന്ന് പറയാം. ഗ്രോത്ത് ഹാക്ക് അഥവാ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ കൊടുക്കാതെ തന്നെ ബൾക്കായിട്ട് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നതിനാണ് ഗ്രോത്ത് ഹാക്ക് എന്ന് പറയാം. ടേം ഷീറ്റ്. സ്റ്റാർട്ടപ്പും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഡോക്യുമെൻറ്റിൻ്റെ ഔട്ട്ലൈനിങ്ങിനാണ് ടേം ഷീറ്റ് എന്ന് പറയുക. ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയാലും VCs ആയാലും യൂസ് ചെയ്യുന്ന ടേംസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താണ് പറയേണ്ടതെന്നുള്ളത് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.